ഹലോ, എൻ്റെ മോൻ്റെ കാലാണ് കേട്ടോ. അവൻ്റെ കാലിൽ കിടക്കുന്ന കൊലുസ് ഡെയിലി ഇട്ടിട്ട് ഫുൾ അഴുക്കും ചെളിയൊക്കെ പുരണ്ടിട്ട് നല്ല കറുത്ത നിറമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൊലുസൊന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇതുപോലെ ചെളി കയറിയിരിക്കുന്ന കൊലുസിനെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പുളിയാണ് കേട്ടോ ആവശ്യം. നമ്മുടെ വീട്ടിലൊക്കെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പുളി ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കരണ്ടി ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കത്തിച്ചിട്ട് ഈ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് ഒരു തിളയൊക്കെ വരുന്ന ഈ ഒരു ടൈമിൽ കൊലുസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അത്രയും നേരം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കൊലുസിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി. കാരണം നമുക്ക് ബാക്കി പ്രോസസ്സും കൂടി ചെയ്യാനുള്ളതാണല്ലോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കിടക്കുമല്ലേ. അപ്പോൾ ഈ ചൂടൊന്ന് ആറിയതിന് ശേഷം ഈ കൊലുസ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകുന്നൊന്നുമില്ല. ഈ ഒരു സെയിം ടൈമിൽ തന്നെയാണ് ബാക്കി പണികളും ചെയ്യാൻ പോകുന്നത്. ഇനി എല്ലാവരുടെയും വീട്ടിൽ കോൾഗേറ്റ് കാണുമല്ലോ. ഇനി ഈ കോൾഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഞാൻ കൊലുസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന പുളിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുത്തതിന് ശേഷം എല്ലാവരുടെയും വീട്ടിൽ കോൾഗേറ്റ് ഉണ്ടാവുമല്ലോ. ആ കോൾഗേറ്റ് നമ്മളൊരു പഴയ ബ്രഷിലെടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകാൻ പോവുകയാണേ. ഇപ്പോൾ ഈ പുളിവെള്ളത്തിനകത്ത് കിടന്നിട്ട് നമ്മുടെ കൊലുസിലുണ്ടായിരുന്ന ചെളിയും അഴുക്കൊക്കെ കുതിർന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോമിലായിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതിനകത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ 2 കൊലുസ് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നോർമൽ വാട്ടറിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള ഒരു രൂപമാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കാം. അപ്പോൾ കടയിലൊന്നും കൊണ്ടുപോകാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമ്മുടെ കറുത്ത് പോയ കൊലുസ് നമുക്ക് ഇതുപോലെ വെളുപ്പിച്ച് സുന്ദരനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ പറയണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക്